കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊന്നും പറയില്ലേ, ഇത് ചതിയെ ചെറിച്ച പറയരുത്. എന്താ നിന്റെ അച്ഛൻ പകുതി വഴിക്ക് നിർത്തിക്കളഞ്ഞത്? എന്താ പറഞ്ഞ നിന്റെ പേരിന് പകരം ദേവന്റെ പേര് എഴുതിയതാണോ? ചോദിക്കടാ. പറയച്ച, ദേവന്റെ പേര് അച്ഛൻ തന്നെയല്ലേ എഴുതിയത്? ചെവിയില് ഫോണുണ്ട്, ഒന്നും പറയരുത്. ഒന്ന് വേഗം പറയച്ച, ദേവന്റെ പേര് എഴുതിയത് അച്ഛൻ തന്നെയല്ലേ? അവന്റെ പേര് ഞാനെന്തിനാണ് എഴുതുന്നേ? നിന്റെ പേരാ ഞാൻ എഴുതിയത്. സത്യമാണ്. സത്യമായിട്ട് മോനെ, സത്യം. എനിക്കെന്നും എന്റെ മോൻ മാത്രാണ് വലുത്. സത്യം മോനെ, നീ നന്നാവണമെന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹം. എന്ന് കരുതി ഈ അധികാരവും അവകാശവും ഒക്കെ മറ്റൊരാളെ ഞാൻ ഏൽപ്പിക്കുമോ? ചേട്ടന്റെ മോനേക്കാളും എനിക്ക് എന്റെ മോനെ ആ സിംഹാസനത്തിൽ ഇരുത്താനാണ് ഇഷ്ടം. എന്റെ മനസ്സിൽ സ്വാർത്ഥതയുണ്ട് മോനെ. എനിക്ക് എന്റെ മോനെ രാജാവായി കാണാനാണ് ഇഷ്ടം. അന്ന് രാത്രി ഏട്ടൻ നിന്റെ പേര് പറഞ്ഞതും സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് തുള്ളിച്ചാടുമായിരുന്നടാ. അതുകൊണ്ടല്ലേ കേട്ട ഉടനെ നിന്റെ പേര് ഞാനങ്ങ് എഴുതിയത്. എന്ത് ചെയ്യാനാ, നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോ പെട്ടെന്നല്ലേ എല്ലാം തകിടം മറിഞ്ഞത്. സാരമില്ല, നിന്റെ മനസ്സ് മാറിയല്ലോ. എനിക്കിത് മതിയടാ. ഇപ്പോഴേ എനിക്ക് സമാധാനമായി. ഈ മാറ്റത്തിന് തക്ക പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ധൈര്യമായിട്ടിരിക്കേ. ചേട്ടന്റെ മോനേക്കാളും എനിക്ക് എന്റെ മോനെ ആ സിംഹാസനത്തിൽ ഇരുത്താനാണ് ഇഷ്ടം. എന്റെ മനസ്സിലും സ്വാർത്ഥതയുണ്ട് മോനെ. എനിക്ക് എന്റെ മോനെ രാജാവായി കാണാനാണ് ഇഷ്ടം. അന്ന് രാത്രി ഏട്ടൻ നിന്റെ പേര് പറഞ്ഞതും സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് തുള്ളിച്ചാടുമായിരുന്നടാ. കൃത്യസമയത്ത് ചെറിച്ചന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായനെ. ശ്രീരാമ, നീയാ കാത്തത്. എന്താ അച്ഛമ്മേ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അല്ല, നിന്റെ ഉദ്ദേശം എന്തെന്നാടി? എന്നോട് പറഞ്ഞത് തന്നെയാണോ നീ ഇപ്പൊ ചെയ്യുന്നേ? എന്തിനെ കുറിച്ച് അച്ഛമ്മ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എനിക്ക് തന്ന വാക്കിനെ കുറിച്ച് തന്നെയാ. ദേവനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് അതിന് ശ്രമിക്കാതെ അവന്റെ വാലെ തൂങ്ങി നീ നടക്കുകയാണല്ലോടി. ദേ ഇപ്പൊ ആ ഊർമിളയും തുടങ്ങി നിങ്ങൾ രണ്ടും ഭാര്യയും ഭർത്താവുമാണെന്നും പറഞ്ഞ്. നീയും അത് കേട്ടതായിരുന്നല്ലോ. സത്യത്തിൽ നിന്റെ മനസ്സിൽ എന്തെന്നാടി? ശ്രേയ അവന്റെ ഭാര്യയാക്കാനുള്ള വല്ല ചിന്തയും നിനക്കുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ദേവേട്ടനോടൊപ്പം ഞാൻ തന്നെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തെന്നാടി നീ ഈ പറയുന്നേ? പിന്നെ എന്താ അച്ഛമ്മേ ഞാൻ പറയണ്ടേ? അച്ഛൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയല്ലേ? വിചാരിക്കുമ്പോൾ ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. പറഞ്ഞ ഉടനെ അങ്ങ് നടക്കാനായിട്ട്. ആദ്യം ദേവേട്ടന്റെ മനസ്സ് മാറ്റി സമ്മതിപ്പിച്ചെടുക്കണം. ഇനി സമ്മതിച്ചാൽ തന്നെ ഒരിക്കൽ കഴുത്തിൽ താലി കെട്ടിയതല്ലേന്ന് ചോദിച്ചാ ദേവേട്ടനോട് ഞാൻ എന്തു ഉത്തരാ പറയാ? അതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കേണ്ടത്. ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അച്ഛമ്മയുടെ ഒരു ചോദ്യങ്ങൾ.
എപ്പ നടക്കും? ഇതുവരെ കഴിഞ്ഞില്ലേ? ഇങ്ങനെ ചോദിച്ച ഞാൻ എന്താ ചെയ്യാന്ന് പറ. വൈദേഹി ചേച്ചി എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നേ? ദേവേടനെ കൊണ്ട് ശ്രേയ ചേച്ചി കല്യാണം കഴിപ്പിച്ച പിന്നെ വൈദേഹി ചേച്ചി എന്ത് ചെയ്യും? അവള് സത്യം ചെയ്തു പറഞ്ഞതാ. അതിനിടയ്ക്ക് ആ രാമൻ വന്ന് പറഞ്ഞാ പോലും വാക്ക് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അതിരിക്കട്ടെ, എപ്പോഴാ ദേവനോട് കാര്യം പറയാൻ പോന്നേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ കാര്യം ദേവേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിക്കട്ടെ. എന്റെ അമ്മോ, അതൊന്നും വേണ്ട. നീ വാ തുറന്നാല് വിവരക്കേട് മാത്രല്ലേ എഴുന്നള്ളിക്കൂ. ഒന്ന് കാല് തൊട്ട് വന്നിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും അനുഭവിച്ചു തീർന്നിട്ടില്ല. നീ കാര്യം പറയടി, എപ്പോഴാ സംസാരിക്കാൻ പോന്നേ? എപ്പോഴാ സംസാരിക്കാൻ പോകുന്നതെന്നല്ല, എപ്പോഴാ കഴുത്തിറക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നതല്ലേ ശരി. അമ്മേ, എനിക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീര് പോലും ആരും പൊഴിക്കരുത്. ദേവേട്ടനോട് ഇന്ന് സംസാരിക്കാനുണ്ട്, വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കാം? പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേക്കാം. എന്റെ അനുജത്തിയുടെ ജീവിതത്തെക്കുറിച്ച് എത്രമാത്രം ചിന്തിക്കുന്നു, അതിനേക്കാളും 100 ഇരട്ടി കൂടുതൽ ദേവേട്ടന്റെ സന്തോഷം എനിക്ക് പ്രധാനമാണ്. നാളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവള് വീണ്ടും സിനിമാ പ്രാന്ത് മൂത്ത് ഇവിടുന്ന് എങ്ങാനും ഇറങ്ങിപ്പോയാല് പിന്നെ ഞാൻ രണ്ടിലൊന്ന് ചിന്തിച്ചൊന്നും വരില്ല. വീണ്ടും തിരിച്ചു വന്നിട്ട് കാല് പിടിച്ച് കരഞ്ഞാലും കൊള്ളാം, ദേവേട്ടനെ വിട്ടുതരില്ല. അവൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ലടി. ഒരിക്കലും ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി എപ്പോഴും അവൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതല്ലോ. എന്തെന്നടി നോക്കി നിൽക്കുന്നേ? നിന്നോട് കൂടെയാ പറഞ്ഞേ. വീണ്ടും അങ്ങനെ ഒരു ഭ്രാന്ത് കാണിക്കില്ലെന്ന് സത്യം ചെയ്തു കൊടുക്ക്. ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാലേ താക്കോൽക്കൂട്ടം നിന്റെ കയ്യിൽ കിട്ടും. കുറച്ച് നാള് കഴിഞ്ഞ് നീ ഒരു കുഞ്ഞിനെ കൂടി പെറ്റുകൊടുത്തെന്നിരിക്കട്ടെ, സകലതും നിന്റെ കയ്യിലോട്ട് വെച്ചു തരും. ഇത്രയും വലിയ ഐശ്വര്യം വേണ്ടെന്ന് വയ്ക്കല്ലേ. നീ പെട്ടെന്ന് സത്യം ചെയ്തു കൊടുക്ക്. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. വൈദേഹിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം നീ തോന്നുന്നു. ഒന്ന് പോടി അവിടുന്ന്. ഇതിൽ പാപവും പുണ്യം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. താലി കെട്ടിയതൊക്കെ അവിടെ കഴുത്തിലായിരിക്കാം, എന്നാലും ഇതുവരെ അക്കാര്യം മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ അവള് തന്നെയല്ലേ ദേവന്റെ ഭാര്യ. ഈ സമയത്ത് പാപവും പുണ്യമൊക്കെ നോക്കാൻ നിന്നാ നിന്റെ മോള് വീട്ടിൽ വന്ന് പൊര നിറഞ്ഞ് നിൽക്കുകയുള്ളൂ. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ വീണ്ടും കെട്ടാൻ നല്ലവരാരെങ്കിലും വരുവോടി? ഇവളുടെ കഴുത്താൽ അവന്റെ താലി കേറിയേ പറ്റൂ. ഈ വീട്ടിലെ മരുമോളായിട്ട് തന്നെ അവള് ജീവിക്കണം. പറയുന്നത് തലയിലോട്ട് കേറിയോ? എന്താടാ കൊച്ചുകൂർക്ക കണ്ണും വീഴ്ച നോക്കി നിൽക്കുന്നേ? എന്റെ തീരുമാനങ്ങൾ അച്ഛന് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛ. പക്ഷെ സത്യം അറിയാവുന്ന അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ സമൂഹത്തിന്റെ കണ്ണില് ശ്രേയല്ലേ അച്ഛന്റെ മരുമോള്. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഈ വീട്ടിലേക്ക് ശ്രേയയെ മരുമോളായിട്ട് അയക്കാൻ ആഗ്രഹം. ഏത് തരത്തിൽ ചിന്തിച്ചാലും ശ്രേയ മരുമകളാകുന്നത് തന്നെയാ ഉചിതമായ തീരുമാനം. അതുകൊണ്ട് അച്ഛ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ഛന്റെ താല്പര്യത്തിനെതിരായി തീരുമാനം എടുത്തതിന് എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം അച്ഛ. ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്നുള്ളത് നിനക്കറിയാലോ. പക്ഷെ ഇന്ന് എന്റെ ദേവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്ത് കള്ളം പറയേണ്ടി വരുമെന്നോ എത്ര വാക്കുകൾ മാറ്റി പറയേണ്ടി വരുമെന്നോ എനിക്കറിയില്ല രാമ. കേറി വാ ദേവേട്ട. നിന്നോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി ഞാനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു വൈദേഹി. അപ്പോഴാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. രാത്രി എന്താ സംഭവിച്ചതെന്നും എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല സുഖം തോന്നി. നീ വല്ലതും ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്ന? അതെന്താ നീ അങ്ങനെ ചോദിച്ചു കളഞ്ഞ്? നിന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എത്ര കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നതാ. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇത്രയേറെ മധുരമുള്ളൊരു രാത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെനിക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല. ദിവസം മുഴുവൻ നീ എൻ്റെ അരികിൽ തന്നെ ഇരുന്നു. നിന്നോടൊപ്പം ചേർന്ന് യാഗപൂജ ചെയ്തു. എന്നിട്ട് രാത്രി മുഴുവനും നമ്മൾ ഒരുമിച്ചൊരു മുറി തന്നെ കഴിഞ്ഞു. ഇതിനേക്കാൾ മാധുര്യമുള്ള സമയമോ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളോ നമുക്ക് മറ്റെന്താ ഉള്ള വൈദേഹി? ഇവൾ ഇവനോട് എന്ത് കാര്യം സംസാരിക്കാനാ വിളിച്ചത്? എന്നിട്ട് മധുരമാണ് കാപ്പിയാണെന്നും പറഞ്ഞ് പഞ്ചാര അടിച്ച് നിൽക്കുകയാണല്ലോ. ഒരു രാത്രി കൊണ്ട് ഇത്രയേറെ സന്തോഷം എനിക്ക് സമ്മാനിച്ച നീ ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായേനെ. സത്യത്തിൽ ഞാൻ താലി കെട്ടിയത് നിന്റെ കഴുത്തിലായിരുന്നെങ്കിൽ കടന്നുപോയ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ച് ഈ വീടൊരു സ്വർഗമാക്കിയേനെ. ആ താലിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ വിളിച്ചത്. എന്താ നീ പറയാൻ പോകുന്നേ? നീ ഇപ്പോ നമ്മുടെ കല്യാണത്തെക്കുറിച്ചാണ് പറയാൻ വരുന്നേ? ഇത് സ്വപ്നാണോ സത്യമാണോ? അവിടെ വായിന്ന് താലിന്നൊരു വാക്ക് കേട്ടപ്പോ അവൻ നിലത്തൊന്നും അല്ലല്ലോ. ഇവളെ കെട്ടുന്ന കാര്യം പറയാനാണെന്നാണല്ലോ അവൻ വിചാരിച്ചേക്കുന്നേ. ഒന്ന് പെട്ടെന്ന് കാര്യം പറയടി വേണേ. ഞാൻ പറയാൻ വന്നത് എനിക്കെല്ലാം അറിയാം വൈദേഹി. ആ ദൈവം നമ്മളെ രണ്ടുപേരെ ഒരുമിച്ച് യാഗത്തിന് ഇരുത്തിയപ്പോ തന്നെ എന്നും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ള സൂചനയായിരുന്നു. എന്റെ മനസ്സിലും അങ്ങനെ തോന്നി. ഒന്നിക്കാനുള്ള സമയം അടുത്തു എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. നിന്റെ മനസ്സെങ്ങാനും മാറുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. താങ്ക് ഗോഡ്. നമ്മുടെ കല്യാണത്തിന് ഇത്ര വേഗം നീ സമ്മതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
അയ്യോ എന്റെ രാമ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്കോ? ഇനി നീ എന്നോടൊന്നും പറയണ്ട. നീ സമ്മതിച്ച് തന്നെ വലിയ കാര്യമായിട്ടാ കാണുന്നേ. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാനിപ്പോ തന്നെ അമ്മയോട് പറയാൻ പോവാ. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ കുറിച്ചും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ശ്രേയയുടെ കാര്യത്തിൽ എനിക്കിപ്പോ യാതൊരു ഉത്കണ്ഠയില്ല. വേറൊരു നല്ല ആളെ കണ്ട് അവളെ കല്യാണം കഴിച്ചയപ്പിക്കാം. എന്തൊരു കഷ്ടമാ ഭഗവാനെ, ഒന്ന് പറയടി. ദേവേട്ടനൊന്ന് നിർത്ത്. പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചിന്തിച്ചു കൂട്ടിയാൽ എങ്ങനാ? ഞാൻ താലി കെട്ടാൻ പറഞ്ഞത് എന്റെ കഴുത്തിലല്ല, ശ്രേയയുടെ കഴുത്തില. നീ എന്താ ഈ പറയുന്നത് വൈദേഹി? അബദ്ധത്തിൽ ഒരിക്കൽ കെട്ടിപ്പോയ ആ താലിയല്ലേ എനിക്കും എന്റെ പ്രണയത്തിനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനും ഒരു തൂക്ക് കയറായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ. ആ കുരുക്ക് എങ്ങനെ അഴിക്കണമെന്നറിയാതെ ഞാൻ കിടന്ന് വലയുമ്പോഴാണോ വീണ്ടും ഒരു തൂക്ക് കയറ് കെട്ടി എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നീ നോക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. ഈ ബന്ധത്തിന്റെ ശ്വാസം നിലയ്ക്കാതിരിക്കാനാ നോക്കുന്നത്. ഒരിക്കൽ കഴുത്തിൽ താലി കയറി കഴിഞ്ഞാൽ പിന്നെ പഴയ പ്രണയബന്ധങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അതൊരു പഴങ്കഥയായി മാഞ്ഞു പോകണം. പക്ഷെ ദേവേട്ടൻ ഇപ്പോഴും ആ പഴങ്കഥയിൽ കുരുങ്ങി നിൽക്കുകയാണ്. അതെന്തിനാണെന്ന് ആലോചിച്ചപ്പോഴാ എനിക്കൊരു കാര്യം പിടികിട്ടിയത്. ദേവേട്ടന്റെ കല്യാണം നടന്ന മുഹൂർത്തത്തിലാണ് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളെ തമ്മിൽ അടുക്കാൻ അനുവദിക്കാത്തതും ആ മുഹൂർത്തത്തിലുണ്ടായ ദോഷം. അതുകൊണ്ട് ഞാനൊന്ന് പണിക്കരെ കണ്ട് സംസാരിച്ചിരുന്നു. നല്ലൊരു മുഹൂർത്തം കുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നാളെ കാലത്ത് അമ്പലത്തിൽ വെച്ച് ആ മുഹൂർത്തത്തിൽ തന്നെ ദേവിയുടെ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടണം. എന്നെ കണ്ടിട്ട് നിനക്ക് ശരിക്കും എന്താ തോന്നുന്നേ? വല്ല ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നാണെന്നാണോ? ഇതിൽ ഭേദം നിനക്ക് എന്നോട് ഒരു കയറെടുത്ത് കെട്ടി തൂങ്ങാൻ പറഞ്ഞാ പോരെ? പറയില്ല ദേവേട്ട. അപ്പോ മേലിൽ നീ ഇങ്ങനെ സംസാരിക്കരുത്. ശ്വാസം പൊട്ടി ചാവുന്നതിനേക്കാൾ വല്ലാത്തൊരു പെടച്ചിലാ വൈദേഹി ഇങ്ങനെ കേൾക്കുന്നത്. അത് ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ കാണൂ. അത് കഴിഞ്ഞാൽ എന്നെ ഓർമ്മയുണ്ടാവില്ല, എന്റെ പ്രണയം ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല വൈദേഹി. 2 വട്ടമല്ല 200 വട്ടം നീ എന്നെ കൊണ്ട് താലി കെട്ടിച്ചാലും എന്റെ ഈ മനസ്സിനുള്ളിൽ നിനക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവൂ. എന്നെ ദേവേട്ടനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സ്നേഹം നിനക്ക് കാണാൻ പറ്റുന്നില്ല വൈദേഹി? എന്റെ കണ്ണുകളിൽ, എന്റെ വാക്കുകളിൽ, എന്റെ പ്രവൃത്തികളിൽ
ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഈ നരകവേദനയെ പോലും ഒരിടത്തും നിനക്ക് എന്റെ സ്നേഹം കാണാൻ കഴിയുന്നില്ല വൈദേഹി. ദേവേട്ടൻ എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ ചോദിക്കാൻ തോന്നി നിനക്ക്? നിന്നോടുള്ള എന്റെ സ്നേഹം അളക്കാൻ ഈ ലോകത്തൊന്നിനും കഴിയില്ല വൈദേഹി. പക്ഷേ ഇവിടെ ജീവനുള്ളിടത്തോളം നീ ഈ നെഞ്ചിൽ തന്നെ ഉണ്ടാവും. നിന്നോട് എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. സത്യമായിട്ടും ദേവേട്ടൻ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തോട് ദേവേട്ടൻ എന്തെങ്കിലും ആദരവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ദേവേട്ടൻ ചെയ്യണം. മറിച്ചൊരക്ഷരം പറയരുത്. നാളെ കാലത്തുള്ള മുഹൂർത്തത്തിൽ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹം വെറും അഭിനയമാണെന്ന് കരുതി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പോവും. ഇതെന്ത് ന്യായമാ വൈദേഹി? കുറ്റം സമ്മതിച്ചാലും ശിക്ഷ, അത് സമ്മതിച്ചില്ലെങ്കിലും ശിക്ഷ. അതെ ദേവേട്ട, എന്നെ പോലൊരുത്തിയെ കണ്ട് ഇഷ്ടപ്പെട്ടതാ ദേവേട്ടൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ഈ ശിക്ഷ എന്ന് കരുതിയാൽ മതി. പറ്റില്ല വൈദേഹി, പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. ശരി, എന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയട്ടെ. ശ്രേയയുടെ കഴുത്തിൽ താലികെട്ടാൻ ദേവേട്ടൻ തയ്യാറായില്ലെങ്കിൽ ഈ ക്ഷണം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും ഇറങ്ങിപ്പോവും ദേവേട്ട. പിന്നെ ഈ ജന്മത്തിലെ ദേവേട്ടന് എന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറ, എന്നാലേ അവൻ കേൾക്കൂ. എനിക്ക് സത്യം ചെയ്ത ഇനി ഒത്തിരി സമയമില്ല. പെട്ടെന്ന് സത്യം ചെയ്ത